ഹായ് ഹലോ, എൻ്റെ പേര് അസ്മിന റെയ്ഹാൻ. കഴിഞ്ഞ ഫെബ്രുവരി 10-നായിരുന്നു എൻ്റെ DHA എക്സാം. അൽഹംദുലില്ലാഹ് ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഡോക്ടർ ആൻഡ്രൂസ് മെഡ്വെഞ്ചർ അക്കാഡമിയോടാണ്. ആൻഡ്രൂസ് സാർ ആണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ മെൻറ്റേഴ്സായിട്ടുള്ള അമൽ സാർ, ബാസിത് സാർ, ഇവരൊക്കെ എന്നെ വളരെയധികം ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം വർക്കിംഗ് ആയിരുന്നു അപ്പം വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ ബേസിക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കേട്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ബേസിക് ക്ലാസ്സുകൾ കേൾക്കുക, എൻ്റെ സാറ് ക്ലാസ്സുകൾ കേൾക്കുക. വളരെ ഹെൽപ്ഫുള്ളാണ് ആ ക്ലാസ്സുകൾ. നമുക്ക് നന്നായി മനസ്സിലാവുന്ന രീതിയിൽ അത്രയും സിമ്പിളായിട്ട് സാറ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കയ്യിലുള്ള നോട്ട്സ് നമ്മൾ നോട്ട് ചെയ്യാം. പിന്നെ എക്സ്ട്രാ കാര്യങ്ങൾ സാറ് പറയുമ്പം അത് എക്സ്ട്രാ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതും കൂടുതലായിട്ട് ആഡ് ഓൺ ചെയ്ത് പഠിക്കാം. അതിനുശേഷം നമ്മൾ ഫയൽസും കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. നമുക്ക് ഒരു 20+ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് അതിൽ. അപ്പം എല്ലാ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്തതിന് ശേഷം അത് നമുക്ക് എവിടെയാണ് തെറ്റുകൾ പറ്റിയിട്ടുള്ളത് കാര്യങ്ങൾ നോക്കുക. ദെൻ വീണ്ടും തെറ്റ് പറ്റിയത് വീണ്ടും നമ്മൾ നമ്മൾ പഠിക്കാം. ആൻഡ് അതേപോലെ തന്നെ ഫയൽസ്, ഞാൻ എല്ലാ ഫയലും നോക്കിയിട്ടുണ്ട്. ആദ്യം ഫയൽസിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അതിൻ്റെ എന്തുകൊണ്ട് ബാക്കി ആൻസേഴ്സ് എന്തുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു എന്നുള്ള കാര്യം അങ്ങനെ പഠിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അത്രയും കോൺഫിഡൻസോട് കൂടി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എൻ്റെ എക്സാം എന്ന് പറയുമ്പം ഒരു കുറച്ച് ടഫ് ലെവൽ എക്സാം ആയിരുന്നു. കൂടുതലായിട്ട് കേസസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡയറക്റ്റ് ആയിട്ടല്ല നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എല്ലാം ലാബ് വാല്യൂസും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞിട്ട് അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. പിന്നെ മെഡിസിനൽ കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻസും കാൽക്കുലേഷൻസും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ദെൻ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എക്സാം എന്ന് മനസ്സിലായത് നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ചില ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ ലാബ് വാല്യൂസ് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ലെങ്തിയാണ്. അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും. അതൊക്കെ മാക്സിമം പെട്ടെന്ന് നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാണ്ട് പോകരുത്. അപ്പം നമ്മൾ എക്സാമിൻ്റെ ഒരു ടൈമിങ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പിന്നെ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരോട് പറയാനുള്ളത്, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ അപ്പം മാക്സിമം ഫയൽസ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. ഒരു ഫയലും ഒഴിവാക്കാണ്ട് എല്ലാ ഫയലും വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡൗട്ട് വെച്ച് ഒരിക്കലും എക്സാമിന് പോകരുത്. അത് നമ്മളെ മെൻറ്റേഴ്സിനോട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ അതിലും ഡിസ്കസ് ചെയ്ത് അങ്ങനെ പഠിക്കാം. ബേസിക്സ് എപ്പോഴും അത്രയും തെറവാക്കി വെക്കുക. കാരണം ബേസിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എന്നാൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.